IEMs ആൻഡ് നോർമൽ ഇയർഫോൺസ് എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ലൈക്ക് ഇപ്പം നമ്മുടെ ടെക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെ IEMs കൂടുതലായിട്ട് റിവ്യൂ ചെയ്ത് വരുന്നതും കാണുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തി തരും. അതായത് IEMs ആണോ നോർമൽ ഇയർഫോൺസ് ആണോ ഞാൻ വാങ്ങേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വരും. അപ്പോൾ IEMs എന്താണ് IEMs അഥവാ ഇൻ ഇയർ മോണിറ്റേഴ്സ്? ഇത് പൊതുവെ പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ്, ഓഡിയോ ഫയൽസ്, ഓഡിയോ എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് മേക്ക് ചെയ്യുന്നത്. ആൻഡ് നോർമൽ ഇയർഫോൺസിനെക്കാട്ടും കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള സൗണ്ട് ഔട്ട്പുട്ട് ആയിരിക്കും IEMs പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കാലം മുമ്പേ വരെ IEMs ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കുമ്പോൾ ബജറ്റ് IEMs കുറേ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ആളുകളുടെ ഇടയിൽ ട്രെൻഡിങ് ആവുന്നുമുണ്ട്. IEMസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഒന്നിക്കൽ യൂണിവേഴ്സൽ ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കംഫർട്ട് ഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവേഴ്സ്, ഹൈബ്രിഡ് ഡ്രൈവേഴ്സ്, ഡൈനാമിക് ഡ്രൈവേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുണ്ടാവുക. ഇതിൻ്റെ ഡിസൈൻ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ ഇയർ കനാലിൻ്റെ അകത്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാവുക. സോ നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ലിസണിങ് എക്സ്പീരിയൻസ് കിട്ടും. ഇനി നോർമൽ ഇയർഫോൺസിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതൽ കമ്പനീസ് ലുക്കിലും കംഫർട്ടിലുമാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് IEMസിന് ഇതൊന്നും ബാധകമല്ല. ആൾക്കാർ IEMs വെയർ ചെയ്ത് കണ്ടാൽ തന്നെ പറയും ബംഗാളി ഇയർഫോൺ എവിടുന്ന് കിട്ടിയടാ. അതാണ് IEMസിൻ്റെ പ്രത്യേകത. കാരണം ആൾക്കാർ യൂസ് ടു ആയതും കണ്ട് പരിചിതമായതുമായിട്ടുള്ള ഇയർഫോൺ നമ്മുടെ നോർമൽ ഇയർഫോൺസ് ആണ്. ആൻഡ് നോർമൽ ഇയർഫോൺസ് നമ്മുടെ ഇയറിൻ്റെ ഔട്ടറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ IEMസിൻ്റെ അത്ര സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് റെഗുലർ ഇയർഫോൺസിൽ കൂടുതലും ഡൈനാമിക് ഡ്രൈവേഴ്സാണ് വരിക. ഡൈനാമിക് ഡ്രൈവേഴ്സ് ഭയങ്കര ചീപ്പും ഈസിലി ആക്സസിബിളുമാണ്. സോ ഒരു ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കണ്ടു. IEMസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. IEMs വളരെ മുമ്പോട്ടാണ്. ഇവരുടേത് ഭയങ്കര ആക്യുറേറ്റും ഭയങ്കര ഡീറ്റെയിൽഡും ആയിട്ടുള്ള സൗണ്ട് പ്രൊഫൈലായിരിക്കും. ലൈക്ക് ബാസ് ആയിക്കോട്ടെ, മിഡ്സ് ആയിക്കോട്ടെ, ഹൈസ് ആയിക്കോട്ടെ, എല്ലാം കേൾക്കുന്ന സോങ്ങിൻ്റെ ഒരു ക്ലിയർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് KZ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ KZയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ഡ്രൈവേഴ്സാണ്. സോ പ്രൊഫഷണൽ ഓഡിയോ വർക്ക്സ്, നല്ല ലിസണിങ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതേപോലെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ, സൗണ്ടിലൊക്കെ കൂടുതലായിട്ട് കളിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി റെഗുലർ ഇയർഫോൺസിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഷേപ്പ്ഡ് സൗണ്ട് പ്രൊഫൈലായിരിക്കും. ആൻഡ് ഇതിൽ ബാസിനും ട്രബിളിനുമാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കുക. അതുകൊണ്ട് തന്നെ മിഡൊക്കെ കുറച്ച് സാക്രിഫൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ കേൾക്കുക. നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. സോ നിങ്ങൾക്കൊരു സോങ് ജസ്റ്റ് കേട്ടാൽ മതി, ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട, കുറച്ച് ബാസൊക്കെ ആയിക്കോട്ടെ, പിന്നെ ചീപ്പുമായിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഇയർഫോൺസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യം എടുത്ത് നോക്കുന്നതാണെങ്കിൽ തന്നെ IEMസിൽ നിങ്ങൾ യൂസ് ടു ആകാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ചിലയാൾക്ക് ഇത് കാണുമ്പോൾ തന്നെ വെറുപ്പ് പിടിക്കും. ഡിപ്പെൻസ്, ഓരോരുത്തരുടെ യൂസ് പോലെ ഇരിക്കും. ഇനി എൻ്റെ ഒരു യൂസ് കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ IEMസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ നിങ്ങൾ ഒരിക്കൽ സോങ് കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പിന്നെ ഒരു നോർമൽ ഇയർഫോൺസിലേക്ക് തിരിച്ചു പോകത്തില്ല. നിങ്ങൾ IEMs തന്നെ തുടരും. ഇനി നിങ്ങളൊരു ബഡ്ജറ്റ് IEMs നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.